എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഭാരതബന്ദ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടത്തിയ പണിമുടക്ക് സമരം സമ്പൂർണ്ണ വിജയമായിരുന്നു കേട്ടോ. എടപ്പാൾ, ബാക്കിയുള്ള സ്ഥലത്ത് എനിക്കറിയാൻ പാടില്ല, എടപ്പാൾ സമ്പൂർണ്ണ വിജയമായിരുന്നു. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. ആരും അറിയാതെ ഞാനൊരു ഉച്ചവരെ ഓടി. അത് മാത്രമല്ല, എനിക്ക് ഇന്ന് CPM-കാരോട് ഒരു സ്നേഹമൊക്കെ ഉള്ള ദിവസമാണ്. കാര്യം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് 2 രോഗികളെ എടുത്തിട്ട് അങ്ങോട്ട് പോണ വഴിക്ക് CPM-ന്റെ ഹർത്താലും സമരം നടക്കുന്ന സമയമായിരുന്നു. എന്തായാലും ഒരു ഓട്ടോക്കാരൻ എന്നുള്ള ഒരു പരിഗണന കാണിച്ചിട്ട് അവരെന്നെ തടഞ്ഞുമില്ല. മാത്രമല്ല, അവർ കൈ കാണിച്ചിട്ട് പൊക്കോന്ന് പറയുകയും ചെയ്തു. അതെൻ്റെ മനസ്സിനെ വളരെ സന്തോഷിപ്പിച്ചൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. പക്ഷെ എൻ്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെ ഒന്നുമല്ല. നമ്മൾ നടുവട്ടം ടൗണിൽ നിന്ന് കാലത്തെ ഞാനൊരു 200 രൂപയുടെ ഡീസൽ അടിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇത് വൈകുന്നേരം വരെ തുറന്നിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും അടപ്പിക്കാൻ വന്നാൽ അത്രയും വലിയ വിവരദോഷികൾ നമ്മുടെ നാട്ടിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിവരദോഷി വന്നിട്ട് അത് അടപ്പിക്കുന്ന ഏതോ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് അടപ്പിക്കുന്ന ദാരുണ സംഭവമായിട്ട് ഞാൻ കാണുന്നത്. അതുവഴി എന്താ പറയുക, നമ്മുടെ ആംബുലൻസ് പോകുന്നുണ്ട്, പല രോഗികളെയും കൊണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം ഈ അടപ്പിക്കാൻ വന്നവൻ്റെ അമ്മയ്ക്ക് വല്ലതും പറ്റി ആ ഒരു വണ്ടിക്കാരനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിൽ ഡീസലില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ അടപ്പിക്കാൻ വന്ന നാറിക്ക് ഇതിൻ്റെ വില അറിയാൻ പാടുവരുന്നുള്ളൂ. പക്ഷെ എന്തായാലും വളരെ ചെറ്റത്തരമെന്ന് മാത്രമേ എനിക്ക് അതിന് വിവരിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ട്രേഡ് യൂണിയനിൽ പെട്ട ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് പറയാനുള്ളതെന്നും കൂടി ഒന്ന് കമൻ്റായിട്ട് അഭിപ്രായം പറയണം. കുറേ തെറിയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ന് വരെ. അപ്പോൾ അത് തെറിയായിട്ട് തന്നെ ഇതിൻ്റെയൊക്കെ വായിന്നൊന്ന് നിങ്ങൾ പറയും, എന്തിനാണ് ഈ ഇത് അടപ്പിച്ചതെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണേ, അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഉച്ചവരെ ഓടിയപ്പോൾ എനിക്കൊരു 1,500 രൂപ കിട്ടി. ഈ ഓടാൻ പറ്റാത്ത തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ഖേദിക്കുന്നു. നന്ദി, നമസ്കാരം.